Hi guys, welcome back to my channel Fatima Sabah World and subscribe me, follow Fatima Sabah Haliara please. അങ്ങനെ ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കാണാൻ പോകുന്ന എൻ്റെ ബാഗാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്, അപ്പം എല്ലാവരും പോയിട്ട് കാണാം. ഇതാണ് എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ എഴുതാനുള്ള ഓപ്ഷനിലുണ്ട്. അത് എഴുതാണ്, നമുക്ക് എന്തായിട്ടും എഴുതാം. ഇതാണ് എൻ്റെ ബാഗ്, നല്ല ക്യൂട്ട് ബാഗാണ് ഇത്. എല്ലാ ഡീറ്റെയിൽസും എൻ്റെ യൂട്യൂബിലുണ്ട്, അങ്ങനെ നിങ്ങൾ എല്ലാവരും മേടിച്ച് നോക്കാം. ഇതൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ നാളെ പോകുമ്പോൾ എടുക്കുന്ന, ഫസ്റ്റ് ഡേ പോകുമ്പോൾ എന്തായിട്ട് എടുക്കുകയാണ് ഒരു പൗച്ച്. അതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തെല്ലാം സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എൽസ പ്രിൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൗച്ചാണ് വരുന്നത്. പ്രിൻസസ് എന്നാണ് ഞാൻ എല്ലാത്തിനും പറയല്. ഇത് എൽസ പ്രിൻസസ് മേലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെക്കാനുള്ളത് നമുക്ക് എന്തെല്ലാം ഞാൻ കാണിച്ചിരിക്കും. നമുക്ക് 2 പെന്ന് എടുത്ത് വെക്കാം. എന്തായിട്ടും 2 പെന്ന് എന്താ യൂസ്ഫുള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെന്ന് മഷി പറ്റിയിട്ടില്ലെങ്കിൽ, പുതിയ പെന്നല്ലേ അതുകൊണ്ട് മഷി പെട്ടെന്നൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പെന്ന് എടുക്കാമല്ലോ. ഈ പൗച്ച് മേടിച്ചതിന് വലിയ ഉപകാരം എല്ലാം ഇതിൽ കൊള്ളും കേട്ടോ. 2 പെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതെല്ലാം കൊള്ളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ഈ പൗച്ച് ഭയങ്കര ഇഷ്ടം. എനിക്ക് കുറേ പൗച്ച് ഉണ്ട് ഇതേപോലത്തെ, ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോസിലുണ്ട് പൗച്ച് കളക്ഷന്. അപ്പോൾ പിന്നെ ഉള്ളത് 2 പെൻസിലാണ്. ഇത് നമുക്ക് മാക്സിലൊന്നും അങ്ങനെ ഇതൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാൻ എടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വന്നില്ലെങ്കിലോ. ചെറിയ മക്കളാണെങ്കിൽ അവർ ചോക്ലേറ്റെല്ലാം കൊണ്ടുപോകില്ലേ, അതേപോലെ വലിയ കുട്ടിയൊക്കെയുള്ള ഒരു ചെറിയ ആണ്. പിന്നെ ഇത് റബ്ബർ ആൻഡ് സ്കട്ടറാണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ലോക്കാണ്. ഇത് എൻ്റെ പൗച്ചിൻ്റെ തന്നെ ലോക്കാണ്. പിന്നെ സ്കെയിലിട്ട് കൊടുത്തിട്ടുണ്ട്, സ്കെയിൽ വെച്ചു. അതെല്ലാം കാണിച്ചിര വീഡിയോസിൽ. പിന്നെ ഒരു ചെറിയ അതെങ്ങനെ ആക്കണ്ടേ, ലോക്ക് എങ്ങനെ ആക്കണ്ടേന്ന് അറിയില്ല, പക്ഷേ ഞാൻ വെച്ചെടുക്കുന്നുണ്ട്. ആയിരിക്കും കറി എങ്ങനെ ഞങ്ങൾക്ക് തരാമല്ലോ. പിന്നെ കത്രിക എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഗമ്മ് അത് വെച്ചിട്ടുണ്ട്. ഈ ഗമ്മ് എങ്ങനെ ഇതൊക്കെ കൊള്ളാമെന്ന് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചിരും. ഇങ്ങനെയാണ് കൊള്ള ഫേസ് ഇതൊക്കെ. അങ്ങനെ ഇത് ഫുൾ നല്ല ഓർഗനൈസായിട്ട് വെച്ചു ഫേസ്. നല്ല സൂപ്പർ സംഭവമാണ് ഈ പൗച്ച്. ഈ പൗച്ച് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി അടുത്ത് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് കാണിച്ചിരാം. ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഇവിടെ എഴുതിയിട്ടുള്ള ഡ്രീം ഗേൾ എന്നാണ്. പിന്നെ ഈ ഒരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോൾ എന്തെങ്കിലും പേരായിട്ട് എഴുതാൻ പറയുമ്പോൾ എല്ലാം എഴുതാനില്ല ഒരു ചെറിയ ബുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്തിട്ടുണ്ടാവും. ഉപകാരമൊന്നും ഉണ്ടാവില്ല, എന്തായിട്ടും ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട് നല്ല. പിന്നെ ഒരു ചെറിയ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. ഈ ക്യൂട്ട് ബുക്ക് മേടിക്കുന്നില്ല ഒരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതാൻ മനസ്സുണ്ടാവില്ല. അങ്ങനത്തെ അവർക്കാണ് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ബുക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം. ക്യൂട്ട് ബുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്കത് എഴുതാൻ മനസ്സുണ്ടാവില്ല. ഇങ്ങനത്തെ അവർക്ക് ഞാനൊരു പ്രത്യേക തരം ഇതാണ് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ അടുത്തുണ്ട്, ഞാനത് ഒന്ന് എടുക്കട്ടെ. ഇതാണ് നമ്മളെ ബുക്ക്. ഹലോ എന്ന് പറയുന്ന ഒരു ബുക്കും കൂടി ഉണ്ട്, അത് ഫുൾ എഴുതി കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഹാപ്പി എന്ന് പറയുന്ന ബുക്ക് എടുക്കാം. നമുക്ക് ചെറുതല്ലേ, നമുക്ക് എടുക്കാലോ. ചെറിയ മിനി നോട്ട് ബുക്കല്ലേ, നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിനെക്കാട്ടി ചെറിയൊരു ബുക്ക് എടുത്തിട്ടുണ്ട്. കുഴഞ്ഞു ഗൈസ്, കുഴഞ്ഞു. പിന്നെ ഒരു ചെറിയ നോട്ട്ബുക്ക് ഹാപ്പി എന്ന് പറയും. പിന്നെന്താണ്, ഇവിടെ നമുക്ക് പേര് എഴുതി കൊടുക്കാം. ഫാത്തിമ സബാന്ന്
ഹലിയാരാന്ന് എഴുതി കൊടുക്കാം. അപ്പം അങ്ങനെ പേരിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഫാത്തിമ സബ ഹലിയാരം. കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം മാവാല എഴുതുന്നിടയ്ക്ക് ഒരു പാട്ടെല്ലാം പാടി നല്ല ചില്ലായിട്ട് എഴുതുമ്പോൾ ഒരു ചെറിയ സുഖം ഉണ്ടാവും. ഞാനെന്താ തല ഇങ്ങനെ മാത്രം വെച്ചിട്ട് നോക്കുന്നവർക്ക് ഞാൻ ഫാത്തിമ സബ എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എന്തോ ഡാർക്കായിപ്പോയി, അത് ഞാൻ കുറച്ച് മായ്ക്കാൻ നോക്കി കഴിഞ്ഞിട്ടില്ല, മുമ്പിൽ പോയി അങ്ങനെയാണ് എഴുതിയിട്ടുണ്ട്. ഡാർക്കായിപ്പോയി ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ കുറച്ചും കൂടി കൊത്തി വരച്ചിട്ടതാണ് ഗൈസ്. പിന്നെ എന്താ പറയുക, അങ്ങനെ തന്നെ ഗൈസ്. പിന്നെ ഒരു കുപ്പി വാട്ടർ ബോട്ടിൽ നിർബന്ധമാണ്. അത് എന്തായിട്ടും ഒരു ഡേ അല്ല 5 ഡേ, ഒരു ഫസ്റ്റ് 1 മണിക്കൂർ ഇരിക്കുമ്പം വരെ വാട്ടർ ബോട്ടിൽ എടുക്കാണ്ടില്ല ലക്ഷം. പിന്നെ അമ്മ എല്ലാം എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിക്കാൻ നമ്മൾ ഇട്ടുപോയി. നോക്കിക്കോ പ്ലീസ്, വാട്ടർ ബോട്ടിൽ കായുള്ള ഗ്ലാസ്. പിന്നൊരു കുട, അംബ്രല. എല്ലാവരും വാങ്ങിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു അംബ്രല. കഴിഞ്ഞ കൊല്ലത്ത് എടുത്തിട്ട് ഇങ്ങനെ പൊടിയെല്ലാം തട്ടിയിട്ട് വാന്ന്. എൻ്റെ അടുത്ത് കഴിഞ്ഞ കൊല്ലത്ത് ഉണ്ട്, പക്ഷേങ്കിൽ അത് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പുതിയത് മേടിച്ചത് കേട്ടോ. അല്ലാണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടും ഞാൻ മേടിച്ചതല്ല. ഉണ്ടായാൽ പിന്നെ മേടിക്കില്ലല്ലോ, അതിൻ്റെ കാര്യം. അപ്പം ഓക്കെ, ഞാനെല്ലാം ബാഗിലെല്ലാം എടുത്ത് വെച്ചു. അങ്ങനെ ഓക്കെ, ഇനി നാളെ സ്കൂൾ തുറക്കുമ്പോൾ ഇതെല്ലാം എടുത്തിട്ട് പോകാനുള്ള ഉന്മേഷമുണ്ട്. അങ്ങനെ ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ബൈ. പിന്നെ എല്ലാവരും എൻ്റെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.